ഇതെന്താന്ന് മനസ്സിലായോ? ബ്രെയിനാണ്. മനുഷ്യന്റെ അല്ല, പോത്തിന്റെ. ഇന്ന് നമ്മൾ ലിവർ കിങ് ആയിട്ട് പോത്തിന്റെ ബ്രെയിൻ കഴിക്കാനാണ് പോകുന്നത്. ഇതിനായിട്ട് നമ്മൾ നേരെ ഒരു ഇറച്ചിക്കടയിൽ പോവാ, പോത്തിന്റെ ബ്രെയിൻ വേണമെന്ന് പറയാ. അപ്പൊ ആള് പോത്തിന്റെ തലമണ്ട പൊട്ടിച്ചിട്ട് ബ്രെയിന് തോണ്ടിയെടുക്കും. എത്ര പ്രൊട്ടക്ഷനിലല്ലേ ബ്രെയിൻ കിടക്കണ്. ആ ബ്രെയിൻ എടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കുക. ആ കഴുകിയ ബ്രെയിൻ മാറ്റി വെച്ചതിന് ശേഷം ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ പുതിന അതൊരു ജാറിലേക്ക് ഇടുക. പിന്നെ കുറച്ച് കുരുമുളകും ജീരകവും ഇടുക. ഇതൊക്കെ കൂട്ടിയിട്ട് മിക്സിയിൽ അടിക്കുക. അതിനുശേഷം ചട്ടിയെടുത്ത് ഗ്യാസിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിൽ പട്ട, ഗ്രാമ്പൂ, പെരിഞ്ജീരകം ഇടുക. പിന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇടുക. ഉള്ളി നന്നായി വഴറ്റിയതിനു ശേഷം മിക്സി ജാറിലുള്ള മസാല ഇടുക. ശേഷം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇടുക. ഇത് നന്നായിട്ട് വഴറ്റിയതിനു ശേഷം പോത്തിന്റെ ബ്രെയിൻ എടുത്തിട്ട് ചട്ടിയിലേക്ക് ഇടുക. അങ്ങനെ ചട്ടി അടച്ച് വെച്ചതിന് ശേഷം 15 മിനിറ്റിൽ കൂടുതൽ വെക്കരുത്, അത് ഉടഞ്ഞു പോകും. 15 മിനിറ്റ് വെച്ചതിന് ശേഷം ചട്ടി അതിന് മാറ്റി വയ്ക്കുക. സംഭവം റെഡി ആയിട്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. അതിനായിട്ട് ദോശയും ഗീ റൈസും ആണ്. ടേസ്റ്റ് ഒക്കെ വെച്ച് നോക്കിയപ്പോൾ അടിപൊളി സാധനമാണ്. ഇതും ദോശയും നല്ല കോംബോ ആയിരുന്നു. പക്ഷെ ആടിന്റെ ബ്രെയിൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആടിന്റെയാണ് ഒന്നും കൂടെ ടേസ്റ്റി ആയിട്ട് തോന്നിയത്. ഓക്കെ.